മൈ ലോർഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റുപറഞ്ഞ് തോമാസ് ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പുതുഞായർ ദിനത്തിലാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. ഇന്ന് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് പുതുഞായറിൻ്റെ സന്തോഷം, അതോടൊപ്പം ദൈവ കരുണയുടെ തിരുനാൾ ദിനം കൂടെയാണ്. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ ഈശോ തൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുന്ന ദൈവ കരുണയുടെ തിരുനാൾ, ഒപ്പം ദൈവ കാരുണ്യത്തിൽ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശയോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ തോമാസ് ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പുതുഞായർ ദിനം. പരിശുദ്ധാത്മാവ് ഈ ദിനത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു അഭിഷേക വചനം വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉദ്ധാനത്തിൻ്റെ മക്കളാണ്. ശക്തിയോടെ, അഭിഷേകത്തോടെ, പ്രത്യാശയോടെ മുന്നേറേണ്ടവരാ. ദൈവത്തിൻ്റെ കരുണ നമ്മളെല്ലാവരെയും വിശുദ്ധീകരിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി ആ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ലീഹായുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ ധൈര്യത്തോടെ, തോമാസ് ലീഹ ധൈര്യശാലിയാണ്. അപ്പോൾ തോമാസ് ലീഹായുടെ ആ ഒരു ധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകമാണ്. ഭീരുത്വം, ഭയം, പേടി ഇതെല്ലാം എടുത്തു മാറ്റി ധൈര്യത്തോടെ വിശ്വാസ ജീവിതത്തിൻ്റെ കൃപയിൽ മുന്നേറുവാൻ ഈശോയെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അങ്ങയുടെ ആത്മാവിൻ്റെ കൃപകൾ വർഷിക്കണം. പ്രത്യേകിച്ച് ധൈര്യം നൽകണമേ, ശക്തി നൽകണമേ, പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പുതുഞായറിൻ്റെയും ദൈവകരുണയുടെയും തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, വിശ്വാസത്തിൻ്റെ നിറവിൽ, ദൈവകരുണയിൽ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തോട് ചേർന്ന ശക്തിയോടെ, അഭിഷേകത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ കാരുണ്യം, അങ്ങയുടെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയ മക്കളായി വിശ്വാസത്തിൻ്റെ നിറവിൽ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദിവികാരുണ്യ ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ആശീർവാദത്താൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.